ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ എല്ലാവരും പുതിയ ഒരു ഇയറിലോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് എന്താണ്, ഒരു എസ് ബി ഐയുടെ ക്ലർക്കിൻ്റെ മെയിൻസ് വന്നു, അതിൻ്റെ ഫെയിലേഴ്സ് കണ്ടു. ദെൻ അതിൽ നിന്നൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ആയി വന്ന് പുതിയൊരു എക്സാംസിലോട്ട് പ്രിപ്പയർ ആവണം എന്നുള്ള ഒരു ചിന്തയിലിരിക്കുകയായിരിക്കും എല്ലാവരും, അല്ലേ? ബട്ട് അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ചെയ്യണം, അങ്ങനെ അറിയാതെ ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവരായിരിക്കും പലരും. കാരണം നമ്മൾ അത്രയും ഡീപ്പായിട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം നമ്മൾക്ക് നഷ്ടപ്പെട്ടു. ദെൻ അതിൽ നിന്നും പിന്നീട് ആദ്യം മുതലേ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ബട്ട് എന്നാലും റീസ്റ്റാർട്ട് ചെയ്തേ പറ്റുകയുള്ളൂ. ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. ചിലർ വീഴും, ചിലർ ജയിക്കും. ദെൻ വീണെടുത്ത് നിന്ന് എണ്ണീക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുകയുള്ളൂ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IBPSൻ്റെ റിവൈസ്ഡ് കലണ്ടറിനെ കുറിച്ചും അതുപോലെ തന്നെ എന്തായിരിക്കണം നെക്സ്റ്റ് സ്റ്റഡി പ്ലാൻ, എന്താണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, എന്താണ് ഈ ഒരു ഇയറിൽ ഏതൊക്കെ എക്സാംസ് അപ്പിയർ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ധാരാളം PDFs അവൈലബിൾ ആണ്. സോ എൻ്റെ മുൻപത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ടോട്ടലി ഫ്രീ സോഴ്സസ് വെച്ചിട്ടാണ് സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുന്നത്. സോ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ സോഴ്സസും നിങ്ങൾക്കും ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്. യു ക്യാൻ ചെക്ക് ദാറ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ SBIയുടെ റിസൾട്ടിന് ആ ഒരു ടൈമിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്ത കാര്യമായിരുന്നു. ഒന്നുകിൽ RRB POയുടെ എക്സാം നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ IBPSൻ്റെ ഒരു റിവൈസ്ഡ് കലണ്ടർ. അപ്പോൾ RRB നോട്ടിഫിക്കേഷൻ ആ ഒരു ടൈമിൽ വരാഞ്ഞത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഊഹിച്ചിരുന്നൊരു കാര്യമാണ് IBPSൻ്റെ ഒരു റിവൈസ്ഡ് കലണ്ടർ ഉണ്ടാകും. കാരണം RRBക്ക് മേജറൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ എക്സാം പോസ്റ്റ്പോണ്ട് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് ഞാനും മുൻപ് പറഞ്ഞിരുന്നു. സോ അതുപോലെ തന്നെ സംഭവിച്ചു. RRBയുടെ കലണ്ടർ റിവൈസ് ആയിട്ടുണ്ടായിരുന്നു. ദെൻ അത് പ്രകാരം നമ്മുടെ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് IBPSൻ്റെ PO ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അതും പ്രിലിംസ് എന്ന് പറയുന്നത് RRBയുടെ ടൈമിൽ നമ്മൾ RRBയുടെ ടൈം സാധാരണ ഓഗസ്റ്റ് ആയിരുന്നു. ആ ഒരു ഓഗസ്റ്റ് ടൈമിലാണ് ഇപ്പോൾ IBPSൻ്റെ എക്സാംസ് വരാൻ പോകുന്നത്. സോ IBPS PO എന്ന് പറയുന്നത് 17-ഉം അതുപോലെ തന്നെ 17-ഉം 20-ത്തും 24th ഓഗസ്റ്റിലും ആയിരിക്കും IBPSൻ്റെ POയുടെ പ്രിലിംസ് വരുന്നത്. ദെൻ മെയിൻസ് എന്ന് പറയുന്നത് 12th ഒക്ടോബറിലാണ് വരുന്നത്. അതുപോലെ തന്നെ IBPSൻ്റെ ക്ലർക്ക്, അതായത് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് 4th 5th 11th ഒക്ടോബറിലാണ് വരുന്നത്. ദെൻ അതിൻ്റെ മെയിൻസ് എന്ന് പറയുന്നത് 29th നവംബറിലാണ് വരുന്നത്. ഇതിലൊരു ഒരു നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ, അതായത് ഭയങ്കരമായിട്ടുള്ളൊരു വേറൊരു സൈഡ് എന്താണെന്ന് വെച്ചാൽ IBPSൻ്റെ PO മെയിൻസ് എന്ന് പറയുന്നത് 12th ഒക്ടോബറിലാണ്. ദാറ്റ് ഈസ് IBPS ക്ലർക്ക് എന്ന് പറയുന്നത് 11th ഒക്ടോബർ കൊണ്ടാണ് എൻഡ് ചെയ്യുന്നത്. സോ അവിടെ ഒരു ടൈം ഗ്യാപ്പേ ഇല്ല. അതായത് ഈ ഒരു എക്സാം സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ടൈം ഗ്യാപ്പ് കിട്ടാനുള്ള ചാൻസേ ഇല്ല ഈ ഒരു നമ്മളുടെ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട്. സോ ഇതിൽ IBPSൻ്റെ നോട്ടിഫിക്കേഷൻ എന്നത്തേക്ക് നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഓഗസ്റ്റിൽ എക്സാം ഷെഡ്യൂൾ ചെയ്തത് കൊണ്ട് തന്നെ അതിന് പ്രയറായിട്ടുള്ള ഒരു 1 month മുൻപ് തന്നെ നമ്മൾക്ക് IBPSൻ്റെ നോട്ടിഫിക്കേഷൻ വരും. സോ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ജൂൺ മന്തിൽ ലാസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾക്ക് IBPSൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ദെൻ മീൻസ് POയുടെ നോട്ടിഫിക്കേഷൻ. ദെൻ ആക്ച്വലി എന്നോട് ചോദിക്കുകയാണ് ഞാൻ PO അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ നോ എന്നാണ്. എനിക്ക് പേഴ്സണലി IBPS POയും SBI POയും അറ്റംപ്റ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. ബിക്കോസ് ആദ്യമേ ഒരു അത്രയും ഒരു ഹൈ പോസ്റ്റിലോട്ട് എനിക്ക് ഒരു താല്പര്യക്കുറവുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ IBPSൻ്റെ POയും SBI POയും എഴുതാറില്ലായിരുന്നു. ആകെ ഒരു തവണ എങ്ങാണ്ട് മാത്രമാണ് ഞാൻ IBPS ആദ്യം തുടങ്ങിയ ടൈമിൽ മാത്രമേ PO അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് RRBയും SBIയും ആയിരുന്നു. ആൻഡ് ഇത്തവണയും എൻ്റെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് RRB POയും അതുപോലെ തന്നെ RRB ക്ലർക്കും IBPS ക്ലർക്കും SBI ക്ലർക്കും ആയിരിക്കും. അതല്ലാണ്ട് വേറെ വരുന്ന RBI അസിസ്റ്റൻറ്റും എഴുതും. ഇത്രയുമാണ് ഞാൻ ഈ വർഷം എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എക്സാംസ് എന്ന് പറയുന്നത്. സോ ഞാൻ മെയിനായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് RRB POയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ടാണ്.
ദെൻ RRB POയുടെ എക്സാം എന്ന് പറയുന്നത് നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ എന്താണ് മെയിൻസ് എന്ന് പറയുന്നത് 28 ഡിസംബറിലായിരിക്കും. ഓക്കെ. ദെൻ അതുപോലെ തന്നെ RRB ക്ലർക്ക് 6th 7th 13th ആൻഡ് 14th ഡിസംബറിലും, അതുപോലെ തന്നെ മെയിൻസിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 1st ഫെബ്രുവരിയുമാണ്. ഓക്കെ. അപ്പോൾ 1st ജാനുവരി റിസൾട്ട് സെലിബ്രേഷൻ അതൊക്കെ എന്താണ്, അതൊക്കെ മാറിയിട്ടുണ്ട്. സോ ഇനി നമ്മൾക്ക് പുതിയൊരു ഫിക്സ്ഡ് ഡേറ്റ് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ദെൻ ഓൾസോ അപ്പോൾ ഞാൻ എന്താണ് IBPSന് വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാനർ തരാമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും ഇത് എല്ലാം സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് അല്ലേ. IBPSും SBIയും എല്ലാം സെയിം ആണ്. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം എല്ലാത്തിനും ഉപകരിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ദെൻ അതല്ലാതെ ഞാനൊരു സ്റ്റഡി റുട്ടീൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതായിരിക്കും. ആൻഡ് ഐ വിൽ ഓൾസോ പോസ്റ്റ് ദാറ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ റിവൈസ്ഡ് കലണ്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ജൂൺ അവസാനമാവാറായി. ദെൻ IBPS POയ്ക്ക് ഫോക്കസ് ചെയ്യുന്നവർ കാണും, പലരുടെയും ഡ്രീം ആയിരിക്കും. സോ IBPS PO ഫോക്കസ് ചെയ്യുന്നവർ നിങ്ങൾക്ക് വളരെ കുറവ് ടൈം മാത്രമേ മുമ്പിലുള്ളൂ. അപ്പോൾ SBI ക്ലർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് പഠിക്കാതിരുന്ന പലരും കാണും. ഓക്കെ. എന്നെപ്പോലുള്ള പലരും കാണും. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ഇനിയുള്ള ഒരു ടൈമും വേസ്റ്റ് ചെയ്യാതിരിക്കുക. ജൂൺ കഴിഞ്ഞു, നോട്ടിഫിക്കേഷൻ ഉടനെ വരും. ഇനിയും നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നൊരിക്കലും ചിന്തിക്കരുത്. ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് ആകുമ്പോൾ നമ്മൾക്ക് എക്സാം ആവും. ദെൻ ഇപ്പോഴുള്ള മെയിൻ ടൈം എന്ത് ചെയ്യുക, മെയിൻസിന് വേണ്ടിയിട്ട് കൊടുക്കുക. കൂടുതലും കറണ്ട് അഫെയർസിനും അതുപോലെ തന്നെ മെയിൻസ് റീസണിങ്ങിനും ക്വാൻസിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് വരണം. ദെൻ RRBക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചിലർക്കൊക്കെ എന്താണ് സോൾവ് ഫോക്കസ് RRBക്ക് അങ്ങനെയുള്ളവരും കാണും അല്ലേ. സോ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനിയും ടൈമുണ്ട് അല്ലേ. ഇപ്പോൾ ജൂണായി, ദെൻ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 4 മാസം ഫുള്ളായിട്ടുണ്ട്. സോ ഇപ്പോഴുള്ള ടൈം കൂടുതലും മെയിൻസിന് വേണ്ടി മാത്രം കൊടുക്കുക. കറണ്ട് അഫെയർസൊക്കെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ഒരു മെയ് മന്ത് മുതലുള്ള കറണ്ട് അഫെയർസ്, RRBക്ക് വേണ്ടിയിട്ടുള്ളവർ ഒരു മെയ് മന്ത് മുതലുള്ള കറണ്ട് അഫെയർസ് തന്നെ പഠിച്ചു പോവുക. 6 മാസത്തെ കറണ്ട് അഫെയർസ് എന്താണെങ്കിലും പഠിക്കണം. ദെൻ അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സസും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കമ്പ്യൂട്ടർ സോഴ്സസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.